നമസ്കാരം മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കടലക്കറി തയ്യാറാക്കിയിരിക്കുകയാണ്. തേങ്ങ അരയ്ക്കാതെയും കടല അരച്ച് ചേർക്കാതെയും നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. ഇതിന് പ്രത്യേക ഒരു ട്രിക്ക് ചേർക്കുന്നുണ്ട്, കുറുകിയ ചാറും ടേസ്റ്റ് കൂട്ടാനുമായിട്ട്. അപ്പം ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ, ചോറിൻ്റെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അതിനായിട്ട് കുറച്ച് 3 പേർക്ക് ഒരു 200 ഗ്രാം കടല എടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ 2 ഇഞ്ച് പൊക്കത്തിൽ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. നമ്മൾ കഴുകിയില്ല, നാളെ കഴുകുള്ളൂ കേട്ടോ. കുതിർന്ന് വരുമ്പോൾ അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് കുതിർത്ത് എടുക്കാം. അപ്പം 2 ഇഞ്ച് വെള്ളം വേണം, അത് കുതിർന്ന് വരണ്ടേ. അപ്പോൾ രാവിലെ തണ്ടെല്ലാം കുതിർന്നത് എല്ലാം കഴുകി എല്ലാം വെള്ളമെല്ലാം മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായിട്ടൊരു 10-20 ചെറിയ ഉള്ളിയും ഒരു 5-6 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ 2 സവാള മീഡിയം സൈസിലുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട്. 5-8 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. കുക്കറിലിട്ട് കുതിർന്നതാണല്ലോ, അപ്പോൾ പിന്നെ വേവാൻ എളുപ്പമാണ്. നമ്മൾ കുതിർത്താണല്ലോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും നമ്മളെടുത്ത് പ്രത്യേകം വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തങ്ങ് ചേർത്ത് കൊടുക്കും നമ്മൾ കേട്ടോ. കണ്ടില്ലേ, വെളുത്തുള്ളി അങ്ങ് ചേർത്തു. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത്. കടലയ്ക്കൊക്കെ അതേ ഉപ്പ് ചേർത്ത് ഭയങ്കര ഉപ്പ് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാനുള്ള വെള്ളം 1 ഇഞ്ച് പൊക്കത്തിൽ വെക്കണം. വെള്ളം വേണം, കറിയാണല്ലേ തയ്യാറാക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു 3-4 വിസിലടുപ്പിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഈ സമയത്ത് നമ്മുടെ സവാള കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വട്ടം നീളത്തിൽ കട്ട് ചെയ്യില്ല കേട്ടോ, സ്ലൈസായിട്ട് കട്ട് ചെയ്യില്ല. നമ്മൾ കഷ്ണമായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതാണ് ഈ കറിക്കകത്ത് കഷ്ണമായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുകയും ചെയ്യും. നല്ലൊരു ക്രഞ്ചി ഫീൽ ചെയ്യുകയും ചെയ്യും. ചവച്ച് കടിക്കാൻ നല്ലതും ആണ്. അതേ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, വേറെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെറിയ പീസസ് കട്ട് ചെയ്ത് നമ്മൾ വിതിർത്ത് ഒന്നും തൊടാതെ ഇടണം. തക്കാളി നമ്മൾ അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കറി തയ്യാറാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ഞാൻ ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അപ്പം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1 കഷ്ണം കറുവപ്പട്ട, 2-3-4 ഏലയ്ക്ക ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് കൂട്ടാനാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങ് ചതച്ചായിരുന്നു കേട്ടോ. ഈ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണത്. അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ 2 പച്ചമുളക് മാറ്റിയും വെച്ചിട്ടുണ്ട്. പിന്നെ അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ആ സവാള അങ്ങ് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി. ഈ സവാളയ്ക്കകത്ത് അരിയുമ്പോൾ ഒരു വെള്ളം വരുമല്ലോ, ആ വെള്ളം ചോർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വീണ്ടും വെള്ളം ഇറങ്ങി വരും. ഉപ്പ് ചേർക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഉപ്പിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ, വെള്ളം അലിയുന്ന ഒരു പ്രകൃതമാണല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളമയം എല്ലാം തോന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഈ സവാള പെട്ടെന്ന് മൂത്ത് വരാൻ നല്ലൊരു ട്രിക്കാണത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തുള്ളൂ. നമ്മൾ കടലയ്ക്കകത്തും ചേർത്തായിരുന്നു. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് കൂട്ടി വെച്ച് നമ്മളുടെ ആവിക്കകത്തൊന്ന് സോഫ്റ്റ് വേവാൻ വേണ്ടി നമ്മൾ വെക്കുന്നുള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് വേവും. ഇപ്പം നമ്മൾ അധികം നേരം വിട്ട് ഇങ്ങനെ ഇളക്കി അത് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചാൽ പെട്ടെന്ന് അത് സോഫ്റ്റായിട്ട് വെന്ത് മൂത്ത് വന്നോളും കേട്ടോ. ഇങ്ങനെയുള്ള കറിക്കൊക്കെ നമ്മൾ ക്രിസ്പി ആവണ്ടല്ലോ നമ്മുടെ സവാള. പിന്നെ അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ അധികം ഒന്ന് മൂത്ത് പോകണ്ട, നല്ലപോലെ മൂത്ത് മൊരിയണ്ട നമ്മൾ ഈ കടലക്കറിക്ക്. അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം അതിൻ്റെ ടേസ്റ്റ് അപ്പം നല്ലതായിട്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഈ കറുവപ്പട്ടയുടെയൊക്കെ ഫ്ലേവറെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമ്മളതങ്ങ് എടുത്ത് മാറ്റണം. കറുവപ്പട്ട ഏലയ്ക്കല്ല നമ്മൾ കറി കൂട്ടുമ്പോൾ നമ്മൾ വായിക്കകത്ത് കടിക്കും. പിന്നെ നമ്മുടെ ഈ സവാള എല്ലാം മൂത്തപ്പോഴത്തേന് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എരിവൊക്കെ കുറച്ച് മതി. നമ്മൾ 200 ഗ്രാമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ കണക്കാക്കിയുള്ളതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷമാണ് നമ്മളിതിനകത്ത് ചിക്കൻ മസാല 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, നമ്മൾ പട്ടയും
ഏലക്കയൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. ഗരം മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് കേട്ടോ. നേരത്തെ തക്കാളി ചേർത്താൽ തക്കാളിയുടെ വെള്ളത്തിൽ മൂക്കത്തില്ല, അതൊക്കെ ഒരു പാടായിരിക്കും മൂക്കാൻ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം തക്കാളി മൂക്കും, നമ്മുടെ ഗ്രേവിയെല്ലാം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് മണവും വരും. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതെല്ലാം മൂത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മളിതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മൊത്തത്തിൽ അങ്ങ് ഒഴിക്കത്തില്ല. നമ്മളിതിൻ്റെ സൈഡ് ചേർത്ത് നടുക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നടുക്ക് കിടന്നുള്ള വെന്ത് ആവി കയറി നമ്മുടെ തക്കാളിയും വേവും നമ്മുടെ മസാലകളൊക്കെ വേവും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുക, നല്ല ടേസ്റ്റും കിട്ടും. അല്ലെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞിരിക്കും. നമ്മൾ ഒന്നിച്ച് വെള്ളം ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വെള്ളമെല്ലാം പറ്റി ആവിയിൽ നമ്മുടെ അതെല്ലാം അങ്ങ് വേവും. നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് നമ്മുടെ സവാളയെല്ലാം നല്ല ക്രഞ്ചി ആയിട്ടേക്ക് നല്ല ടേസ്റ്റാണ് മക്കളെ. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ നമ്മൾ വെക്കുകയുള്ളൂ കേട്ടോ, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാരം കിട്ടും. നമ്മുടെ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് ഈ സമയത്താണ് നമ്മൾ 2 പച്ചമുളക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് ഒരെണ്ണം ചവച്ചും ചേർത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ മസാലയെല്ലാം ഒന്ന് കൂട്ടി ഇണക്കിയതിന് ശേഷം നമ്മുടെ കടല നോക്കാം. നമുക്ക് കടല വെന്ത അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതെല്ലാം നല്ലതുപോലെ കൂട്ടി യോജിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് കടല തുറന്ന് നോക്കാം. കടല തുറന്ന് നോക്കിയാണ്ടല്ലേ നമ്മുടെ കടലയും അതിനകത്ത് കിടന്ന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്തു. അപ്പോൾ ഇതങ്ങ് അലുത്ത് ചേരുമ്പോൾ നമുക്ക് നല്ലൊരു കൊഴുത്ത ചാറ് കിട്ടും കേട്ടോ. നമ്മുടെ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എന്തങ്ങ് അലുത്ത്, വെളുത്തുള്ളി നല്ലതാണല്ലോ ഗ്യാസിനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. ചേർത്ത് കഴിച്ച് കൂട്ടി ഇളക്കി കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഓഫായിരുന്നു. അപ്പോൾ പിന്നെ കൂട്ടി ഇളക്കി കണ്ടില്ലേ, നമ്മളിതിനകത്ത് ഒന്നും അരച്ച് ചേർത്തിട്ടില്ല, തേങ്ങയും ചേർത്തിട്ടില്ല, കടലയും ചേർത്തില്ല. ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാൻ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തു നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് അധികമാണ് ഈ കറി. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മതി. അപ്പോൾ 200 ഗ്രാം കടലയുടെ കറിയാണിത്. കണ്ടില്ലേ, നല്ല കൊഴുത്ത കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല കടലക്കറി ഇവിടെ റെഡിയായി മക്കളെ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റുമാണ്, നല്ല കുറുകിയ ചാറുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. പിന്നെ ഇങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് കഴിക്കാം. ഒന്നും പറയാനില്ല മക്കളെ, വായിക്കൂടെ വെള്ളം വരുവാണ് എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പം പിന്നെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവരും സുരക്ഷിതരായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. എല്ലാവരുടെയും പരിസരത്തുള്ള വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക മക്കളെ. അപ്പം ശരി കേട്ടോ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.